ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനിയുള്ളത് പ്രാക്ടിക്കൽ എക്സാം വീക്കാണ്. ആക്ച്വലി തിയറിക്ക് പഠിച്ചതെല്ലാം മറന്നുപോയി. ഇനി പ്രാക്ടിക്കലിന് എന്ത് പോയി കാണിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിവേ പഠിച്ചേ പറ്റൂ, കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം തന്നെ തിയറി പരീക്ഷയ്ക്ക് എന്ത് ചെയ്തോ അതുപോലെ സിലബസ് എല്ലാം എടുത്തു, കുറച്ച് ബുക്സൊക്കെ എടുത്തു. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ അടുക്കി പറക്കി വെച്ചു. പിന്നെ പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമേ എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് സിലബസ് എടുത്തിട്ട് അതിനകത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു ബുക്കിലോട്ട് എഴുതിയെടുക്കും. അപ്പോൾ ആദ്യം സിലബസിനെ കുറിച്ചൊന്ന് കാര്യമായിട്ട് ഞാൻ ചിന്തിച്ചു. ഏത് തുടങ്ങും? രസം തുടങ്ങണോ, രസം തുടങ്ങണോ, അല്ല നിദാനം തുടങ്ങണോ, അഗതം തുടങ്ങണോ? എനിവേ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു അഗതം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ രസം എടുത്തു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ആലോചനയാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം തിയറിക്കുള്ള എല്ലാ സാധനങ്ങളും മറന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ രസത്തിൽ സ്പോട്ടിംഗ് ഉണ്ട്, അതിൽ ഡ്രഗ്സ് വയ്ക്കും, ചിലപ്പോൾ യന്ത്രങ്ങൾ വയ്ക്കും. അപ്പം അതൊക്കെ കൃത്യമായിട്ട് ഓർമ്മ വരുമോ, അതിൻ്റെ യൂസൊക്കെ കൃത്യമായിട്ട് എഴുതാൻ പറ്റുമോ? ഇപ്പോൾ 2 മിനിറ്റല്ലേ നമുക്ക് ഉള്ളൂ, 2 മിനിറ്റിലാണല്ലോ സ്പോട്ടിങ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു 2 മിനിറ്റിനുള്ളിൽ ആ ശ്ലോകങ്ങളൊക്കെ എഴുതാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ എപ്പോഴും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം. നമ്മുടെ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസൊക്കെ ഈ സമയത്ത് വരും. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കുക എന്നൊരു ടാസ്ക് കൂടെ ഉണ്ട്. സോ ഇതൊരു സെൽഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ സെൽഫ് കെയർ കൂടെ കൊടുക്കേണ്ട ഒരു സമയമാണ്. നല്ലതുപോലെ വെള്ളം കുടിക്കുക, അത് നല്ലപോലെ ഭക്ഷണം കഴിക്കുക, ഒരു സമയത്തും അതായത് സ്കിപ്പ് ചെയ്യാതിരിക്കുക, പിന്നെ കുറച്ച് തളരും ഉറങ്ങുക. അടുത്തതായിട്ട് പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് റെക്കോർഡ്, അസൈൻമെൻറ്റ് ഇതൊക്കെ എടുത്ത് വെക്കേണ്ടത്. ഇതെൻ്റെ രസശാസ്ത്രം എവല്യൂഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് രസശാസ്ത്രമാണ് ഭൈഷജി കൽപ്പന, അതിൻ്റെ റെക്കോർഡാണ്. പിന്നെ നോൺ ലെക്ചർ അവർ അതെല്ലാം കൃത്യമായിട്ട് എടുത്ത് വെക്കണം. സോ ഞാൻ എക്സാമിന് മുമ്പ് രസശാസ്ത്രം ഡിപ്പാർട്ട്മെൻറ്റിലൊന്ന് പോകാമെന്ന് വിചാരിച്ച്. കാരണം ഡ്രഗ്സിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണമല്ലോ, നാളെയും പോകണം. അപ്പോൾ ഇന്ന് കുറച്ച് അവസരം കിട്ടിയപ്പോഴത്തേക്ക് ഇന്നും കൂടെ പോകാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വഴി. ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, രസശാസ്ത്രമാണ്, ഭൈഷജി കൽപ്പന. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഓൾറെഡി ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സജന മാം ഞങ്ങൾക്ക് എക്സാമിനെ കുറിച്ചൊക്കെ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ എഴുതണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് സീനിയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഇത് ഓരോ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ നിന്ന് പിക്ചേഴ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പഠിക്കാൻ. ഓരോ ടീമിലാരൊക്കെ ഞാനും പാനുകോപ്പയും കൂടെ ഇരുന്ന് ജ്വരം, നിദാനം എന്ന് വെച്ചാൽ ഫീവർ, പിന്നെ ശോഭം, എഡിമ, അതിൻ്റെ നിദാനം, ഇതൊക്കെ മലയാളം പതിപ്പിലൂടെയാണ് ഞാൻ പഠിച്ചത്. അഷ്ടാംഗ ഹൃദയം മലയാളം പതിപ്പ്. പിന്നെ പിറ്റേ ദിവസം വീണ്ടും രസശാസ്ത്രം ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നത് എൻ്റെ ഫ്രണ്ട് അനഘയാണ്. പിന്നെ ഞാൻ അവിടുത്തെ ടേബിളിൽ പോയി ജസ്റ്റ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് വളരെ ഇരുന്നു. പിന്നെ പഠിച്ചു തുടങ്ങി. പിന്നെ വീഡിയോ എടുക്കാമെന്ന് കരുതി മാഗ്നറ്റിക് ഇൻഡക്ഷൻ സിലിണ്ടറിൻ്റെ അകത്തോട്ട് കയറ്റി. പക്ഷേ എനിക്ക് കിട്ടിയ പണിയെന്ന് വെച്ചാൽ അങ്ങനെ ഇറങ്ങാൻ പറ്റാതെ, അതാണ് ഞാൻ സ്റ്റക്കായി നിൽക്കുന്നത്. ഈ കോലമാണ് കാണുന്നത്. പിന്നെ ഒരു പഴയ ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് അവിടെയുള്ള സ്വിച്ചൊക്കെ കുതി കളി. പറ്റില്ല, വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞാ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കുക. തീ വെറുതെ അങ്ങോട്ട് പിടിക്കോ? വിറക് പറയെ പോയി വിറകെടുത്തോണ്ട് വരിക. വിറക് എടുത്തു വിചാരിക്കുക, പോയി വെള്ളം കോരിക്കേ. വെള്ളം കോരിയെന്നങ്ങോട്ട് വിചാരിക്കുക, ചെമ്പെടുത്ത് കിണറ്റിക്കരയ്ക്ക് നടന്നോളുക. ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക, കാർത്തിക് നടന്നോളൂ. ഞാൻ നടന്നു അങ്ങോട്ട് വിചാരിക്കുക, എന്നിട്ട് മുമ്പിൽ അങ്ങോട്ട് നടന്നോളുക. ഡിസിൻറ്റഗ്രേറ്റർ നോക്കിക്കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ശംഖ് കിട്ടി. ഇടംപിരിയാണോ വലംപിരിയാണോ എന്ന് ഞാനിങ്ങനെ അത് നോക്കിയിട്ട് അതിൻ്റെ തൂക്കമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കർവേച്ചറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. സുധാവർഗത്തിൽ പെടുന്ന ഒരു അതാണ് ശംഖ്. വ്യാഴം മറിഞ്ഞിരിക്കാണ്, രോഗപ്രശ്ന, സമയം സൂക്ഷിക്കണം. കുംഭരാശിയാ, ഇവരാ പ്രശ്നം. ഇനി ആരാ പ്രശ്നം? ഒന്നും തോന്നരുത്, സുഖമില്ലാത്തോണ്ടാ. കണ്ടകശനി കൊണ്ടേ പോകുന്ന. ആക്ച്വലി അത് കബർത്തം സുധാവർഗത്തിൽ പെടുന്ന ഒരു സംഭവമാണ്. പിന്നെ അതിനുശേഷം മോൻഷ മാമിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു.
ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, ശിശിര, പാനു, അഖില. അതൊക്കെ ഹായ്. ആര്യ, ബിജുവും അനശ്വരിയും കൂടി മാം പറഞ്ഞുകൊണ്ടിരുന്ന പോയിൻറ്റ്സൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ അതും വീഡിയോ എടുത്തു. പിന്നെ ക്ലാസ്സിൽ കുറേ ചാർട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് മഗധമാനം അല്ലെങ്കിൽ പുടവമാനം എന്നൊക്കെ പറഞ്ഞ് മെഷർമെൻറ്റ്സിൻ്റെ ചാർട്ടുകളായിരുന്നു. പിന്നെ യന്ത്രങ്ങളുണ്ടായിരുന്നു. ഇതൊരു ലശൂന ക്ഷീരം എന്ന ഒരു യോഗത്തിൻ്റെ ഇതായിരുന്നു. പക്ഷേ അത് മാഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിഷമം തോന്നി. അപ്പോൾ ഞാനത് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളും പഠിച്ചതാണ് സാധേത് ശുദ്ധ ശുഷ്കസ്യ ലശൂരസ്യ ചതുഷ്ഫലം ക്ഷീരോദകി അഷ്ടഗുണതേ ക്ഷീരശേഷം ച പായേത്, അങ്ങനെ തുടങ്ങുന്ന ഒരു ശ്ലോകം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൽപ്പനകളിലൊന്നാണ് ക്ഷീരകൽപ്പന. അതിനകത്ത് ലശൂന ക്ഷീരം, അർജുന ക്ഷീരം ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഒരു ഹൗസ് സർജൻ കണ്ടത്. പുള്ളിക്കാരുടെ കാലിന് ചെറിയൊരു പരുക്കുണ്ടായിരുന്നു. പെട്ടെന്ന് അത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ വേറൊരു ഹൗസ് സർജൻ ഡോക്ടർ അശ്വിൻ അവിടെ വന്നു. പിന്നെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്തായി കാണിക്കണേ? വൈകി മാറിക്ക് പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? വെറുതെ അല്ല ഈ പണ്ടാറിന്റെ ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല. കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കണ്ട. നീ ഒന്ന് രുചിച്ചു നോക്കിട്ട് കാര്യം പറ. സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്കുക. ആഹാ, അച്ചോട്ടെ പോലെ തന്നെ. അതെന്താ സാമ്പാറിന് താടി മീശുണ്ടാ? കൂടുതൽ ഇളക്കി ഡോക്ടർ ഉണ്ടാക്കി തന്ന മാംസരസവും കുടിച്ചിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് വലിയൊരു ഇൻസ്ട്രുമെൻറ്റ്സുമായിട്ട് അവിടുത്തെ ടെക്നിക്കൽ സ്റ്റാഫ് വന്നത്. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ സംഭവം എന്താണെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എല്ലാത്തെ ലൈറ്റ് എത്തിയത്. വൗ, കൊള്ളാം, ഇതെന്തുമായിരിക്കും എന്ന് ചിന്തിച്ച് നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നിദാൻ ലാബിലേക്ക് പോകേണ്ടി വന്നു. ഇതാണ് ഞങ്ങളുടെ നിഷ മാം, പാത്തോളജിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എക്സാമിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മാം പോയി. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നു, ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചുറ്റി നടന്ന് കണ്ടു. അതിനുശേഷം എക്സ്റേ പഠിക്കാനായിട്ടുള്ള ശ്രമമാണ്. കൈ, കാല്, ശ്വാസകോശം, അങ്ങനെ പല ഭാഗത്തിൻ്റെയും എക്സ്റേ. കാരണം അത് സ്പോട്ടിങ്ങിന് വെക്കുമല്ലോ. ഇതാണ് ഐശ്വര്യ, ഓടിക്കളഞ്ഞു. പിന്നെ ഞാൻ എല്ലാ എക്സ്റേ ഇങ്ങനെ എടുത്തു. പിന്നെ ആ സ്ക്രീനിലേക്ക് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല. ചുമ്മാ വീഡിയോ എടുക്കണമല്ലോ എന്നുള്ള കാര്യത്തിന് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഷോൾഡർ ജോയിൻറ്റിൻ്റെ എക്സ്റേ ആണ്. പിന്നെ അതിനകത്ത് ബോൺ ഡെൻസിറ്റി കുറവാണ്, സ്ക്ലീറോസിസ് ഉണ്ട്. ഇതൊക്കെയാണ് പെട്ടെന്ന് കിട്ടുന്ന ഫൈൻഡിങ്സ്. പിന്നെ ആൻറ്റീരിയോ പോസ്റ്റീരിയർ വ്യൂ ആണ്. പിന്നെ ഇതൊരു കാലിൻ്റെ പാദത്തിൻ്റെ ഫൂട്ടിൻ്റെ ഒരു എക്സ്റേ ആണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എന്തൊക്കെ ഓപ്പറേഷനാണ്. ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ വ്യൂ ആണ്. പിന്നെ അതിനുശേഷം വൈകിട്ട് പഠിക്കാനായിട്ട് വന്നു. എനിക്ക് എഴുതി പഠിച്ചാലേ ശരിയാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതി പഠിക്കുന്നത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹരതാലം അല്ലെങ്കിൽ S2 S3 മനയോല എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതിൻ്റെ ടൈപ്പുകൾ പഠിക്കണം. കാരണം പത്രം, പിണ്ടം, അങ്ങനെ 2 തരത്തിലുള്ള ഉണ്ട്. പിന്നെ ഞാൻ ബാനും കൂടി ഇത് കമ്പൈൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് രാവിലെ ആയപ്പോൾ ശോധനങ്ങളെല്ലാം പഠിക്കാമെന്ന് വിചാരിച്ചു. ലോഹങ്ങളുടെ ശോധനമാണ് ആദ്യം ഞങ്ങൾ പഠിക്കാമെന്ന് വിചാരിച്ചത്. അത് തൈലേ തക്രേ ഗവാമൂത്രേ ആരണാലേ കുലത്തജേ ക്രമ നിഷേചയെ തപ്തം ഗ്രാവേ ദ്രാവേത്തു സപ്തത സ്വർണ്ണാദി ലോഹപത്രാണ ശുദ്ധരേഷാം പ്രശസ്തതി. അങ്ങനെ ഓരോ എണ്ണത്തിൻ്റെ ഏകദേശം എല്ലാ ഡ്രഗ്സിൻ്റെ, അതായത് സാധാരണ രസം, മഹാരസം, ഉപരസം, അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നിദാനം, അതായത് സിസ്റ്റമിക് എക്സാമിനേഷൻ നോക്കി. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ നോക്കിയത് ലോക്കോമോട്ടോ സിസ്റ്റത്തിലാണ്. അതിൻ്റെ ഷോൾഡർ ജോയിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, അഡക്ഷൻ, അബ്ഡക്ഷൻ, ഇൻറ്റേർണൽ റൊട്ടേഷൻ, എക്സ്റ്റേണൽ റൊട്ടേഷൻ, എലിവേഷൻ ആൻഡ് സർക്കംഡക്ഷൻ. അത് 2 സൈഡിലും ചെയ്യണം കേട്ടോ. ഇതെൻ്റെ റെക്കോർഡാണ്, നിദാനം റെക്കോർഡാണ്. ഇത് ഫുള്ളി ഹാൻഡ് റിട്ടഡാണ്. അതായത് പുതിയ സിലബസ് അനുസരിച്ച് എല്ലാം കൈകൊണ്ട് എഴുതണം എന്നാണ്. ഇനി നമ്മൾ കേസിൻ്റെ ഫോർമാറ്റാണ് പഠിക്കാൻ പോകുന്നത്. കാരണം കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കാരണം ആയുർവേദ പോർഷൻ നമ്മളിപ്പോൾ ആയുർവേദം പഠിക്കുന്നുണ്ട്, അതും കൂടെ ചേർത്ത് എഴുതണമല്ലോ. പിന്നെ ഇനി ഞാൻ രസശാസ്ത്രം റെക്കോർഡ് എടുത്തിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസ്, അതായത് മെഡിസിൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, ഷോർട്ട് ആൻഡ് ലോങ് പ്രാക്ടിക്കൽസ്. അപ്പം ഞാൻ ആദ്യം തന്നെ തുടങ്ങിയത് സിതോപലാദി ചൂർണത്തിലായിരുന്നു. പിന്നെ അഷ്ടചൂർണം, അതിനുശേഷം ഷോർട്ടായിട്ടുള്ള പ്രിപ്പറേഷൻസ് ലശൂനക്ഷീരം, അർജുനക്ഷീരം, പിന്നെ ഫലവർത്തി, അതൊക്കെ തന്നെയാണ് പഠിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. കുറേ എണ്ണത്തിൻ്റെ ശ്ലോകമൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സമയം ഉണ്ടായിരുന്നത് കൊണ്ട് കുറേശ്ശെ ഇരുന്ന് പഠിച്ചെടുത്തു. അതിൻ്റെ ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാടുണ്ടായിരുന്നു. ഏകദേശം ഒരു 54ഓളം പ്രിപ്പറേഷൻസ്.
ഇങ്ങനെയൊന്നും പാടില്ല ഗൈസ്. കാരണം നിങ്ങൾക്കറിയാത്തൊരു കാര്യം കൂടിയുണ്ട്. നാളെ ഇവിടെ കോളേജ് ഡേ സെലിബ്രേഷൻ കൂടി നടക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്കിങ്ങനെ എക്സാം. പക്ഷേ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാംസ് എപ്പോൾ വേണമെങ്കിലും വരും പോകും. പക്ഷേ കരിയർ അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമ്മൾ കരിയർ ആയിരുന്നു ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ച കണക്ക് നമ്മുടെ കരിയർ നിൽക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംയമനം പാലിച്ചേ പറ്റും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിഷമം കൊണ്ടാണ് ബിസിനൊക്കെ പറയുന്നത്. കണ്ടോ, ഇത്രയും മരിച്ച എത്ര വേണമെന്ന് എണ്ണി കാൽക്കുലേറ്റ് ചെയ്യുക. ആ വ്യക്തിയാണ് മിസ്സാണോ മിസ്സാണോ യെസ് ഗൈസ്, ദാറ്റ് ഈസ് മിസ് ബാനു ഗോപി. കോളേജ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് സ്റ്റേജ് ഡെക്കറേഷൻ ആൻഡ് ഫുഡ് കോർട്ട് ഡെക്കറേഷൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര വിഷമമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ അടുത്ത ദിവസം നമുക്ക് വൈവ ആണല്ലോ എന്നുള്ള വിഷമം, അതിനുവേണ്ടി പഠിക്കണം. അപ്പോൾ ഇതൊക്കെ നൈറ്റാണ്. അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി സ്റ്റേജ് എല്ലാം സെറ്റാണ്. ഭയങ്കരമായിട്ട് പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം വൈവ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഗസ്റ്റൊക്കെ വന്നിരിക്കുന്നതാണ് കണ്ടത്. പക്ഷേ അതൊന്നും ധൃതിയുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തൊട്ടടുത്ത ദിവസം അഗതത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ പാമ്പുകളെ കുറിച്ച് ഐഡൻറ്റിഫിക്കേഷൻ, ധർവീകരൻ, മണ്ഡലി, രാജീവ് എന്നിട്ട് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ ഞങ്ങൾ പ്രോഗ്രാം കാണാനായിട്ടൊക്കെ കയറി. ഇതാണ് ഞങ്ങളുടെ സ്റ്റേജ്. ഇനി അവൻ്റെ വരവാണ് എന്ന് പറയുന്ന പോലെ ചരക സംഹിത വന്നു കഴിഞ്ഞു. ഇനി ചരകം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു കിട്ടി. കാരണം ഇവിടെ സ്പോട്ടിങ്ങോ ഒന്നുമില്ല. അപ്പോൾ ഡയറക്റ്റ് വൈവയാണ്. അപ്പോൾ ആദ്യമായിട്ട് 13ാമത്തെ ചാപ്റ്റർ, അതായത് സ്നേഹ അധ്യായം. സർപ്പി തൈലം വസാ മജ സർവസ്നേഹോത്തമ മത യേശു ചൈവോത്തമം സർപ്പി സംസ്കാരസ്യാനുവർത്തത. ആ ശ്ലോകത്തിൽ തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ചതുർവിധ സ്നേഹങ്ങൾ ഓരോന്നിൻ്റെയും പ്രത്യേകത പഠിച്ചു. അതിനുശേഷം ഞാൻ ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് സൂത്രസ്ഥാനം, നിദാനസ്ഥാനം, ശാരീരസ്ഥാനം, വിമാനസ്ഥാനം ആൻഡ് ഇന്ദ്രിയസ്ഥാനം. അപ്പോൾ ഓരോ സ്ഥാനത്തിന് എത്ര മാർക്ക് വീതമാണ് ഡിവിഷൻ. അതായത് സൂത്രസ്ഥാനത്തിന് 20 മാർക്ക്, വിമാനം 10, നിദാനം 10, ശരീരം 10, ആൻഡ് ഇന്ദ്രിയം 5, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെച്ചു. അതിനുശേഷം ഓരോ സ്ഥാനത്തിലും എത്ര ചാപ്റ്ററുകൾ പഠിക്കണം അതിൻ്റെ നമ്പറുകളും ഞാൻ എഴുതി വെച്ചു. അതിൽ സൂത്രത്തിൽ നമുക്ക് 13 മുതൽ 30 വരെയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കണം. പിന്നെ വിമാനം, ശാരീരം, നിദാനം അതിലൊക്കെ 8 ചാപ്റ്റേഴ്സ് വീതേ ഉള്ളൂ. പിന്നെ ഇന്ദ്രിയം 12 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അറ്റ്ലീസ്റ്റ് ഇന്ദ്രിയ സാധനം പഠിക്കുമ്പോൾ അതിനകത്ത് സ്വപ്നം, അരിഷ്ടം, അതിൻ്റെയൊക്കെ ശ്ലോകങ്ങൾ മസ്റ്റാണ്. പിന്നെ പ്രജ്ഞാപരാധം അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൻ്റെ ഈ 12 ചാപ്റ്ററുകളുടെ പേരറിയണം. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതാണ് നമ്പേഴ്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കണം. പഠിക്കുന്നതനുസരിച്ച് ഞാനിങ്ങനെ ടിക്ക് ചെയ്ത് ഇങ്ങനെ പോകും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചതുർവിധ സ്നേഹങ്ങളെക്കുറിച്ച് പഠിച്ചു. പിന്നെ അതിൻ്റെ സമ്യക് ലക്ഷണങ്ങൾ പഠിച്ചു. അതിനുശേഷം 2ാമത്തെ ശ്വേതാധ്യായം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ശ്വേതാധ്യായമാണ്. സങ്കരപ്രസ്തര, നാഡീപരിഷേകോ, അവഗാഹ, ജയന്താകാശ്മംഗല, കർഷു, കുടിപ്പു, കുംഭികൈവച, കൂപോഹോളാക ഇത്യേത സ്വേദേന്തി ത്രയോദശ. അങ്ങനെ 13 സ്വേദങ്ങളെ. അങ്ങനെ ശ്വേതാധ്യായത്തിന് ശേഷം മറ്റ് ചാപ്റ്റേഴ്സ് കൂടെ പഠിച്ചു. അങ്ങനെ ഒരുവിധം പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. സീ യു ഓൺ നെക്സ്റ്റ് ടൈം. ടാറ്റാ, ബൈ ബൈ.